ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടെ സർവശക്തനായിരിക്കുന്ന കർത്താവ് നൽകിയതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 13 അധ്യായം നമുക്ക് ചിന്തിക്കാം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതായിരുന്ന 12 അധ്യായത്തിൻ്റെ അകത്ത് അബ്രഹാം ദൈവത്തിൽ നിന്ന് ആലോചന കേൾക്കാതെ മിസ്രയീം ദേശത്തേക്ക് പോവുകയും അവിടെ വെച്ച് തനിക്ക് വലിയൊരു പ്രതിസന്ധി നേരിട്ട് താൻ മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 13 അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നത് അബ്രഹാം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്തേക്ക് വരികയാണ്. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന ആ സ്ഥലത്തേക്ക് അബ്രഹാം മടങ്ങി വന്നു. അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു എന്ന് നമുക്ക് ആ സമയത്ത് കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ മിസ്രൈമിലൊക്കെ ചെന്ന് അവിടെ നിന്ന് കന്നുകാലി, വെള്ളി, പൊന്ന് ഈ വകയിലൊക്കെ താൻ വീണ്ടും സമ്പന്നനായി തീർന്ന് താൻ അവിടെ നിന്ന് മടങ്ങി തെക്കേ ദേശത്തേക്ക് വന്നു. ദൈവം പറഞ്ഞ ഇടത്തേക്ക് മടങ്ങി വന്നു. അതിൻ്റെ 3-ാം വാക്യത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും, അബ്രഹാം ആദിയിൽ താൻ ഉണ്ടാക്കിയതായ ആ യാഗപീഠം ഇരുന്നതായിരിക്കുന്ന സ്ഥലം വരെയും ചെന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ വാക്യം മുഴുവനായിട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവൻ തൻ്റെ യാത്രയിൽ തെക്ക് നിന്ന് ബേഥേൽ വരെയും ബേഥേലിനും ഹായിക്കും മധ്യേ തനിക്ക് ആദിയിൽ കൂടാരമുണ്ടായിരുന്നതും താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും ചെന്നു. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടു, അവിടെ നിന്ന് ദൈവം പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് ക്ഷാമം വന്നപ്പോൾ ആ ദൈവിക ആലോചന കേൾക്കാൻ നിൽക്കാതെ ദൈവത്തോട് ചോദിക്കാതെ മിസ്രൈമിൽ പോയി. പക്ഷേ അവിടെ നിന്ന് തനിക്ക് കുറച്ചൊരു ബിറ്റർ എക്സ്പീരിയൻസ് വന്നപ്പോൾ വീണ്ടും അവിടെ നിന്ന് മടങ്ങി വരികയും ദൈവം തന്നെ അവിടെ കാര്യങ്ങൾ ഇടപെട്ട് അബ്രഹാമിനോട് ദൈവം ദയ കാണിച്ച് അവിടെ നിന്ന് ഫറവോൻ അവിടെ നിന്ന് അവരെ പറഞ്ഞയച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ അബ്രഹാം തിരിച്ചു വന്ന് അവിടെ ദൈവത്തിൻ്റെ ആ ദൈവം പറഞ്ഞ ഇടത്ത് മടങ്ങിയെത്തിയതായിരിക്കുന്ന സമയത്ത് അവിടെ നമുക്ക് കാണാം, ഒരു കാലത്ത് അബ്രഹാം അവിടെ ആരാധിച്ചിരുന്നു. 4-ാം വാക്യത്തിൽ നോക്കുമ്പോൾ അവിടെ വീണ്ടും കാണുവാനായിട്ട് കഴിയും, അബ്രഹാം യഹോവയുടെ നാമത്തിൽ അവിടെ ആരാധിക്കുകയാണ്. അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ വേറെ ഒരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അതിൻ്റെ 5-ാം വാക്യത്തിൻ്റെ അകത്ത് നമ്മൾ കാണുന്നു, അബ്രഹാമിൻ്റെ കൂടെ പുറപ്പെട്ടു പോരുന്ന സമയത്ത് ലോത്ത് കൂടെ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ ഈ ലോത്തിൻ്റെ ആടുമാടുകളും അബ്രഹാമിൻ്റെ ആടുമാടുകളും എല്ലാം ഒത്തിരി വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീർന്നപ്പോൾ ലോത്തിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാരും അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാവുകയും അങ്ങനെ അബ്രഹാമും ലോത്തും വേർപിരിയുന്നതുമായിരിക്കുന്ന ഭാഗമാണ് നമ്മൾ താഴേക്ക് കാണുന്നത്. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, അബ്രഹാം മടങ്ങി വന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ താൻ ആദിയിൽ ഉണ്ടാക്കിയതായിരിക്കുന്ന ഒരു കൂടാരം അങ്ങോട്ടേക്ക് മടങ്ങി വന്നു. താൻ ആദിയിൽ പണിതതായിരിക്കുന്ന ഒരു യാഗപീഠം അങ്ങോട്ടേക്ക് അബ്രഹാം മടങ്ങി വന്നു. ആ കൂടാരം ഉണ്ടായിരുന്നതും ആ യാഗപീഠം ഇരുന്നതുമായ സ്ഥലം വരെയും മടങ്ങി വന്ന് അവിടെ ആരാധന കഴിച്ചതായിരിക്കുന്ന സമയത്ത് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന് വേർപിരിയേണ്ട ചിലത് വേർപിരിയുവാനായിട്ട് ഇടയായിത്തീർന്നു. ദൈവമക്കളായിരിക്കുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്തും ഈ ലോത്ത് എന്ന് പറയുന്നത് കാണിക്കുന്നത് ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം, ഇങ്ങനെ കാണുന്നതിനെ നോക്കി പോകുന്നതായിരിക്കുന്ന ചില അവസ്ഥകളാണ്. ഒരുപക്ഷെ ചില വ്യക്തി ജീവിതങ്ങളായിരിക്കാം നമ്മളെ വിട്ടുമാറേണ്ടത്, നമ്മുടെ ചില കമ്പാനിയൻഷിപ്പ് ആയിരിക്കാം. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറിക്കൂടിയിരിക്കുന്ന ജഡമോഹോ, കൺമോഹോ, ജീവനത്തിൻ്റെ പ്രതാപങ്ങളോ ഒക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകേണ്ടത്. എന്ത് തന്നെയായിരുന്നാലും ഇത് മാറിപ്പോയതിന് ശേഷമാണ് ദൈവം വീണ്ടും അബ്രഹാമിനോട് സംസാരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ലോത്ത് ചുറ്റുപാടും നോക്കി നീരോട്ടമുള്ളതായിരിക്കുന്ന സ്ഥലം തിരഞ്ഞെടുത്തു. നമ്മൾ ആ ഭാഗത്ത് വായിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ലോത്ത് നോക്കി യോർദാൻ അക്കരെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. ലോത്ത് നോക്കി കണ്ടത് തിരഞ്ഞെടുത്തു.
അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം കണ്ടത് തിരഞ്ഞെടുക്കുവാനായിരിക്കുന്ന ഒരു വിളിയല്ല അബ്രഹാമിൻ്റെ മേൽ ഉണ്ടായിരുന്നതായിരുന്ന വിളി. കാരണം കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് വചനം പറയുമ്പോൾ, വിശ്വാസികളുടെ പിതാവായിരുന്ന അബ്രഹാം തൻ്റെ ഓരോ ചുവടുവയ്പ്പിനകത്തും തൻ്റെ ആ ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും വ്യത്യസ്തമായിരുന്നുവെന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. വളരെ സൗമ്യമായിട്ട് അവിടെ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്നതായിരിക്കുന്ന അബ്രഹാമിനെ കാണാം. നീ വലത്തോട്ട് ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് എന്ന് പറഞ്ഞ് അവിടെ വളരെ എന്താ പറയുന്നത്, നമ്മൾ തമ്മിൽ പിണക്കമൊന്നും ഉണ്ടാകരുതേ എന്ന് പറഞ്ഞ് വളരെ പൊളൈറ്റായിട്ട് ലോകത്തിനോട് ഇടപെടുകയും, നീ തിരഞ്ഞെടുക്കേണ്ടത് നീ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് ഓപ്ഷനെല്ലാം മുന്നിൽ വെച്ച് വളരെ സത്യസന്ധമായിരിക്കുന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ലോകത്തിനോട് ഇടപെട്ട് ആ ഒരു റിലേഷൻഷിപ്പിനകത്ത് വേറൊരു പ്രശ്നം വരാതെ നല്ല രീതിയിൽ സംസാരിച്ച് അവരവിടെ പിരിയുക. കാരണം ദൈവവിളിയുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയും ദൈവവിളിയില്ലാത്ത ഒരു വ്യക്തിയും തമ്മിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉള്ളതായിരിക്കുന്ന വിഷയങ്ങൾ അവിടെ ഒത്തിരിയുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഈ ദിവസങ്ങൾ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് പോലെ വിട്ടുപിരിയേണ്ട സകല സ്വഭാവങ്ങളെയും നമുക്ക് വിട്ടുപിരിയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് തൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് തന്നെ അബ്രഹാം മുന്നോട്ട് യാത്രയാവും. അബ്രഹാം കൂടാരമടിക്കും, താനിങ്ങനെ യാഗപീഠം പണിയും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിച്ച് ശക്തമായി മുന്നോട്ട് പോകുന്നതായിരിക്കുന്ന അബ്രഹാം. ആ അബ്രഹാമിനെ കുറിച്ച് എബ്രായ ലേഖനം 11 അധ്യായത്തിൻ്റെ 8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. അവിടെ യാത്ര പുറപ്പെടുന്ന ഒരു അബ്രഹാം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. അല്ലേ, തനിക്ക് തൻ്റെ ജീവിതം ഇവിടം കൊണ്ട് തീരുവാനായിട്ടുള്ള ഒന്നല്ല എന്ന് മനസ്സിലാക്കിയ അബ്രഹാം തൻ്റെ ഈ ലോക ജീവിതത്തെ വളരെ ലളിതമായി നയിച്ചുവെന്ന്, താൻ ബഹുസമ്പന്നനാണെങ്കിലും താൻ കൂടാരങ്ങളിൽ പാർത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ 10 വാക്യത്തിൽ വായിക്കുന്നു: ഇങ്ങനെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വളരെ നല്ലൊരു മാതൃകയുള്ള ഒരു അബ്രഹാമിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ഇതെല്ലാം കഴിഞ്ഞ് ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം ദൈവം അബ്രഹാമിൻ്റെ അടുക്കൽ വരികയാ. എന്നിട്ട് ദൈവം പറയുക, നീ തലപൊക്കി ഇരിക്കുന്ന സ്ഥലത്ത് നീ വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നീ നോക്കുക. ലോത്ത് ഒരുപക്ഷെ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ട ആ സ്ഥലം നീരോട്ടമുള്ളതെന്ന് കണ്ട് ഒരുപക്ഷെ അങ്ങോട്ടൊക്കെ പോയി. പക്ഷേ അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, വിശ്വാസത്തിൻ്റെ കണ്ണുള്ള അബ്രഹാമിനോട് ദൈവം പറയുക, നിനക്ക് ഒരു ഡയറക്ഷനല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്, വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഒക്കെ നീ നോക്ക്. ഈ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്ക് ശാശ്വതമായി തരും. നീരോട്ടമുള്ളതൊന്ന് കണ്ട് തിരഞ്ഞെടുക്കാത്ത അബ്രഹാമിൻ്റെ മുമ്പിൽ ദൈവം വയ്ക്കുന്നതായിരിക്കുന്ന എത്ര നല്ല അനുഗ്രഹമാണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. അവിടെ കർത്താവ് പറയുകയാണ്, ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. നിനക്ക് ഈ ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾ കർത്താവ് പറയുന്നു. ദൈവം പറയുക, നീ പുറപ്പെട്ട ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്കാം, ഞാൻ അത് നിനക്ക് തരും. അല്ലേ, അപ്പം അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. കൂട്ടത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യം, നീ സഞ്ചരിക്കണം. അല്ലേ, നിനക്ക് കിഴക്കും വടക്കും തെക്കും പടിഞ്ഞാറും ഒക്കെ നിനക്ക് അവകാശപ്പെട്ടതാണ്, നിനക്ക് സന്തതിയെ ഞാൻ തരും. പക്ഷേ അവിടെ നീ ചെല്ലണം, നീ പുറപ്പെട്ടു ദേശത്തിന് നെടുകയും കുറുകയും സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്തൊത്തിരി മർമ്മങ്ങൾ കിടക്കുന്നുണ്ട്. അവിടെ ദൈവം പറഞ്ഞതായിരിക്കുന്ന ചില കൽപ്പനകൾ അനുസരിക്കണം. ഒരു ദേശത്തിൻ്റെ നെടുകയും കുറുകയും ഒക്കെ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അതത്ര ഈസി ഉള്ളതായിരിക്കുന്ന കാര്യമായിരിക്കത്തില്ല. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളോടും പറയുക, ഞാൻ അത് നിനക്ക് തരും. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ദൈവം നമ്മളെ വിളിച്ചിട്ടുള്ളത്, ഏത് വാഗ്ദത്തമാണോ നമ്മുടെ മുമ്പിലുള്ളത്,
അത് ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിത്തീരും. നെടുകയും കുറുകയും സഞ്ചരിക്കുക, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക. അപ്പോഴാണ് ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ആ വിശ്വാസം എന്ന് പറയുന്നത് ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആ വിശ്വാസം ദൈവം തമ്പുരാൻ തരും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടതായിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം നമ്മളെ ഏൽപ്പിച്ചത് ചെയ്യുമ്പോഴാണ് ആ വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി നാം കാണുവാനായിട്ട് ഇടയായിത്തീരുന്നത്. പ്രിയമുള്ളവരെ, ഈ കേട്ട വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഞാൻ ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും ശ്രേഷ്ഠമായി അനുഗ്രഹിക്കട്ടെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ആമേൻ.